ഫ്രഞ്ച് ടീമിന്റെ പരിശീലക സ്ഥാനമാണ് തന്റെ സ്വപ്നമെന്ന് ഇതിഹാസ താരം സിനദിൻ സിദാൻ. 2026 ഫിഫ ലോകകപ്പിന് പിന്നാലെ സിദാൻ ഫ്രഞ്ച് ടീമിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത വർഷത്തെ ഫിഫ ലോകകപ്പോടെ ഫ്രഞ്ച് ടീമിന്റെ പരിശീലക സ്ഥാനം ഒഴിയുമെന്ന് ദിദിയെ ദശാം പ്രഖ്യാപിച്ചിരുന്നു. 2012 ദശാം ഫ്രഞ്ച് ടീമിന്റെ പരിശീലകനായി വരുന്നത്. 2018 ലോക കിരീടത്തിലേക്കും 2022 കരാശപ്പോരിലേക്കും ടീമിനെ നയിക്കാൻ അദ്ദേഹത്തിനായി. സിദാന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഫ്രഞ്ച് ടീമിന്റെ പരിശീലകനാവാൻ ഞാൻ യോഗ്യനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കളിക്കാരനായി 14 വർഷത്തോളം താൻ തുടർന്ന ഇടമാണ്. ഫ്രഞ്ച് ടീമിന്റെ പരിശീലക സ്ഥാനം എന്റെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് എത്താനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോഴും. പരിശീലകനാവാൻ ഞാൻ 100% തയ്യാറാണ്. അതൊരു ആഗ്രഹമാണ്. നിലവിൽ അവിടെ ഒരു പരിശീലകനും ടീമുമുണ്ട്. എല്ലാത്തിനെയും നമ്മൾ ബഹുമാനിക്കണം. എന്നാൽ അങ്ങനെയൊരു അവസരം ലഭിച്ചാൽ അത് വലിയൊരു സന്തോഷമായിരിക്കുമെന്നും സിദാൻ പറഞ്ഞു. ബാഴ്സയുടെ 17-കാരൻ സ്പാനിഷ് സെൻസേഷൻ ലാമിൻ യമാലിനെയും സിദാൻ പ്രശംസിച്ചു. ലാമിൻ യമാൽ കളിക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നും. ചാമ്പ്യൻസ് ലീഗിൽ ഇന്റർ മിലാനെതിരായ സെമി നോക്കൂ. എന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ഗ്രൗണ്ടിൽ തന്നെ കരവിരുതിൽ ഇത്രയും ആധികാരികതയുള്ള ഒരു കളിക്കാരൻ. എല്ലാ യുവതാരങ്ങളും ലാമിൻ യമാലിനെ കണ്ടുപഠിക്കണമെന്നും സിദാൻ പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.